الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളുമായിട്ടുള്ള അവന്റെ അടിയാങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പലപ്പോഴും പല ആളുകളും പരാതിപ്പെടുന്ന ഒരു വിഷയമാണ് മനസ്സിനൊരു സുഖമില്ല, ആകെ ആധിയും ടെൻഷനുമാണ്, മൊത്തത്തിൽ എന്തോ ചില അസ്വസ്ഥതകളാണ്. ഇത് പലപ്പോഴും പല ആളുകളും പറയുന്നത് നമ്മൾ തന്നെയും പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അനുഭവപ്പെട്ടിട്ടുള്ള സംഗതിയായിരിക്കും. മനസ്സ് എപ്പോഴും അസ്വസ്ഥമാകുക, മനസ്സിലൊരു സമാധാനമില്ലാത്ത അവസ്ഥയുണ്ടാവുക. ഈ മനസ്സ് എന്ന് പറയുന്ന സംഗതി, നമ്മുടെ ഹൃദയം എന്ന് പറയുന്ന സംഗതി, ഹൃദയത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലുമെല്ലാം ഒരുപാട് പ്രതിപാദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഹൃദയം കൊണ്ടാണ് ഒരാൾ വിശ്വാസം ഉൾക്കൊള്ളുന്നത്. വിശ്വാസം എന്ന് മാത്രമല്ല, ആ ഹൃദയം കൊണ്ട് അവൻ ചെയ്യുന്ന അമലുകളുമുണ്ട് എന്നാണ്. തഖ്വ അത് അമലുൽ ഖൽബാണ്, ഹൃദയം കൊണ്ടുള്ള അമലാണ്. ഇഖ്ലാസ് എന്ന് പറയുന്നത് അത് ഹൃദയം കൊണ്ടുള്ള അമലാണ്. അതുപോലെ തന്നെ ആ ഹൃദയത്തിന് മനസ്സിന് ബാധിക്കുന്ന ചില അസുഖങ്ങളെ സംബന്ധിച്ച്, നമ്മൾ ഈ പറഞ്ഞ അസ്വസ്ഥത പോലെ അല്ലെങ്കിൽ മനസ്സിന് സുഖമില്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ, മനസ്സിന് ബാധിക്കുന്ന ചില അസുഖങ്ങളെ സംബന്ധിച്ച്, രോഗങ്ങളെ സംബന്ധിച്ചും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അസൂയ പോലെ, അതുപോലെ തന്നെ അഹങ്കാരം പോലെ, ആ നിലക്കുള്ള മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ. നമ്മുടെ ശരീരത്തിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അതിനു വേണ്ട പ്രതിവിധികൾ സ്വീകരിക്കും. ഒരുപക്ഷെ നമ്മൾ എന്തെങ്കിലും വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു ചികിത്സ നമ്മൾ ചെയ്യും. അതല്ലെങ്കിൽ ആ വിഷയത്തിൽ പ്രാപ്തനായ വിദഗ്ധനായ ഒരു ഡോക്ടറെ നമ്മൾ കാണും. വേണ്ട ചികിത്സയും മരുന്നുമെല്ലാം നമ്മൾ സ്വീകരിക്കും. നമ്മുടെ ശരീരത്തിന് വരുന്ന തകരാറുകൾ, നമ്മുടെ ശരീരത്തിന് വരുന്ന കേടുപാടുകൾ, ആ വിഷയത്തിൽ നമുക്ക് വലിയ ശ്രദ്ധയും ഗൗരവവുമുണ്ട്. എന്നാൽ മനസ്സിനെ ബാധിക്കുന്ന അസുഖങ്ങളെ സംബന്ധിച്ച്, മനസ്സിന്റെ രോഗങ്ങളെ സംബന്ധിച്ച് ആ ഒരു ജാഗ്രത നമ്മൾ പലപ്പോഴും കാണിക്കാറുണ്ടോ? എന്നാൽ ആ രോഗങ്ങൾ ഏറെ ഗുരുതരമായതാണ് എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആ രോഗങ്ങളെ ചരിത്രത്തിൽ സ്വഹാബാക്കൾ അല്ലെങ്കിൽ സലഫുകൾ ഒന്നടങ്കം എന്തുമാത്രം ഭയപ്പെട്ടിരുന്നു എന്നുള്ള ആ രൂപത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുമുണ്ട്. അതുകൊണ്ട്
ഹൃദയത്തെ സംബന്ധിച്ചും ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഹൃദയത്തെ ബാധിക്കാവുന്ന അപകടങ്ങളെ സംബന്ധിച്ചും വിശ്വാസിനികൾ എന്നുള്ള നിലയ്ക്ക് നാം ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട്. ആ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പലപ്പോഴും ഹൃദയത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ദുനിയാവിനോടുള്ള നമ്മുടെ ബന്ധവുമായി അതുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്. ദുനിയാവിനോട് എത്രത്തോളം നമ്മൾ അറ്റാച്ച്ഡ് ആണോ അത്രത്തോളം നമ്മുടെ ഹൃദയം ഒരു രോഗത്തിന് അടിമപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. പ്രത്യേകിച്ച് സമ്പത്തുമായിട്ട് നമുക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ്, സമ്പത്തിനോട് ഒടുങ്ങാത്ത ഒരു ആഗ്രഹം, അതുതന്നെയും ഹൃദയത്തിന്റെ ഒരു രോഗത്തിന്റെ ലക്ഷണമാണ്, അല്ലെങ്കിൽ രോഗം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ കച്ചവടം, നമ്മുടെ കുടുംബം, ഇങ്ങനെ ദുനിയാവിലെ വിഭവങ്ങളുണ്ടല്ലോ, ആ വിഭവങ്ങളുടെ പിന്നാലെ പരക്കം പായുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറഞ്ഞ മനസ്സിന്റെ ഒരു സന്തോഷവും സുഖവും ആ ഒരവസ്ഥ അത് ആസ്വദിക്കാൻ കഴിയില്ല. എപ്പോഴും അസ്വസ്ഥതയായിരിക്കും, എപ്പോഴും അതൃപ്തിയായിരിക്കും അവർക്കുണ്ടായിരിക്കുക. അതുകൊണ്ട് ഹൃദയങ്ങളെ നമ്മൾ ശരിപ്പെടുത്തേണ്ടതുണ്ട്. സമാധാനമുള്ള, സംതൃപ്തിയുള്ള, സന്തോഷമുള്ള ആ ഒരു മനസ്സാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ആഗ്രഹം പറഞ്ഞിരിക്കുകയല്ല, നേരെ മറിച്ച് അങ്ങനെയൊരു മനസ്സ്, അങ്ങനെയൊരു ഹൃദയം അത് ചിട്ടപ്പെടുത്തിയെടുക്കാൻ നമ്മൾ ചിലത് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ മനസ്സിനെ ശരിപ്പെടുത്തുക? എങ്ങനെ മനസ്സിനെ അസുഖങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് സുഖമുള്ള, സമാധാനമുള്ള ഒരു മനസ്സ്, ഒരു ഹൃദയം എങ്ങനെയാണ് നേടിയെടുക്കുക? അതെന്തെങ്കിലും ട്രിക്കുകളിലൂടെ സാധിക്കുന്ന ഒന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകം വായിച്ചതുകൊണ്ട് സാധിക്കുന്ന ഒന്നല്ല, ഏതെങ്കിലും കൗൺസിലിങ്ങിന് പോയതുകൊണ്ട് സാധിക്കുന്ന ഒന്നല്ല, മരുന്നുകൾ കഴിച്ചതുകൊണ്ട് സാധിക്കുന്ന ഒന്നല്ല. നേരെ മറിച്ച് മനസ്സിന്റെ ശരിയായ സൗഖ്യം, മനസ്സിന്റെ ശരിയായ ആരോഗ്യം അത് റബ്ബിന് വഴിപ്പെടുന്നതിലൂടെ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ, ദീനിലേക്ക് പരിപൂർണമായി പ്രവേശിക്കുന്നതിലൂടെ, അതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനിയൊരു ആമുഖം പറഞ്ഞത്, നമ്മുടെ മനസ്സിൽ മറ്റുള്ള മനുഷ്യന്മാർ അല്ലെങ്കിൽ മറ്റുള്ള വിശ്വാസികൾ അവർക്ക് എന്തുമാത്രം പരിഗണന നമ്മൾ നൽകുന്നുണ്ട് എന്നുള്ള ആ ഒരു ചെറിയ പരിശോധന നമ്മളെല്ലാവരും നടത്തണം. അത് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തിന്റെ ഒരു ലക്ഷണമാണ്. എത്രത്തോളം നമ്മുടെ ഒരു വിശ്വാസിയായ തന്റെ സഹോദരനെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽപക്ക മര്യാദകളെ കുറിച്ച് ഏറെ സംസാരിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ അയൽവാസികളെ, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലുള്ളവരെ, യതീമുകളായ, മിസ്കീനുകളായ, ഫക്കീറുമാരായ ആളുകളെ, ഇവർക്കൊക്കെ നമ്മിൽ നിന്ന് പല അവകാശങ്ങളുണ്ട്. അവരെയൊക്കെ പരിഗണിക്കുന്നിടത്ത് നമ്മുടെ മനസ്സിന്റെ സ്ഥാനം എവിടെയാണ് എന്നുള്ള ഒരു പരിശോധന നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം അത് ഏത് അവസ്ഥയിലാണ്, എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സമാധാനമില്ലാത്തത്, എന്തുകൊണ്ടാണ് എല്ലായ്പ്പോഴും അസ്വസ്ഥതകളും പ്രയാസങ്ങളും എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. നോക്കൂ നിങ്ങൾ, സൂറത്ത് ഹശ്ർ അതിലെ 9-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബാക്കളെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞുതരാം. പ്രത്യേകിച്ചും അൻസ്വാറുകളെ സംബന്ധിച്ച്. അതിന് തൊട്ടു മുമ്പുള്ള ആയത്തിൽ മുഹാജിറുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അഥവാ ഇസ്ലാമിൽ ഫൈ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഫൈ, അനീമത്ത് എന്താന്ന് നമുക്കറിയുണ്ടാവും. അനീമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? യുദ്ധാർജിത സമ്പത്താണ്. ഒരു യുദ്ധത്തിൽ അഥവാ ആയുധങ്ങളും മറ്റുമെല്ലാം ആയിക്കൊണ്ട് ഒരു പോര് നടന്ന് അതിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന സമ്പത്ത്, ആ സമ്പത്തിന്റെ അവകാശികൾ ആരാണ് എന്ന് ദീന് പഠിപ്പിക്കുന്നുണ്ട്. അത് ആ യുദ്ധത്തിൽ പങ്കെടുത്തവരാണ്, അവർക്കുള്ളതാണ് ആ സമ്പത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കത് വീതിച്ചു നൽകും. എന്നാൽ ഫൈ എന്ന് പറയുന്ന ഒരു സംഗതി കൂടിയുണ്ട്. അനീമത്ത് പോലെ തന്നെ, എന്നാൽ അതിന്റെ വിധികളിൽ വ്യത്യാസമുണ്ട്. അഥവാ ഒരു പോരാട്ടം നടക്കാതെ, ഒരു യുദ്ധാന്തരീക്ഷം ഇല്ലാതെ തന്നെ വിശ്വാസികൾക്ക് ആർജിച്ചെടുക്കുന്ന സമ്പത്ത്, അതാണ് ഫൈ എന്ന് പറയുന്നത്. അപ്പൊ മദീനയിലെ ബനു നദീർ എന്ന് പറയുന്ന ഒരു ഗോത്രം ഉണ്ടായിരുന്നു. അവരുടെ സമ്പത്തെല്ലാം ഇട്ടേച്ച് മദീനയിൽ നിന്ന് പോയി. അപ്പൊ അത് വിശ്വാസികളുടെ സമ്പത്തല്ല അതുവരേക്കും, അത് മറ്റൊരു ഗോത്രം അല്ലെങ്കിൽ മറ്റൊരു സമൂഹം അവർ കൊണ്ടു നടന്നിരുന്ന അവരുടെ സമ്പത്താണ്. ആ സമ്പത്ത് അവർ ഇട്ടേച്ചു പോയി. അപ്പോൾ അത് വിശ്വാസി സമൂഹത്തിന്റേതായി മാറുന്നു. എന്നാൽ വിശ്വാസി സമൂഹത്തിൽ എല്ലാവർക്കും അതിൽ അവകാശമുണ്ടോ? യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികർക്കുള്ളതാണ് അനീമത്ത് എന്ന് പറഞ്ഞതുപോലെ ഇതിനും ചില അവകാശികളുണ്ട്. ഇത് ആരാണ് എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ കൃത്യമായി വിശദീകരിക്കുന്നത്. അതാണ് സൂറത്ത് ഹശ്റിലെ ആദ്യത്തെ ആയത്തുകൾ നമുക്കത് കാണാൻ സാധിക്കും. അപ്പൊ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൽ അവകാശമുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത കുടുംബാംഗങ്ങൾ, അവർക്ക് സക്കാത്തിൽ അവകാശമില്ല, അവർക്ക് സ്വതക്കകളില്ല.
അതുകൊണ്ട് പകരമായി ഇങ്ങനെയൊരു സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ അവർക്ക് മാത്രമല്ല, പിന്നീട് വിശ്വാസി സമൂഹത്തിലെ ഫുഖറാക്കൾക്ക്, പ്രത്യേകിച്ച് മുഹാജിറുകളെയും അൻസ്വാറുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. ആ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മുഹാജിറുകൾ എങ്ങനെയായിരുന്നു, അൻസ്വാറുകൾ എങ്ങനെയായിരുന്നു, അവരുടെ മാനസികമായ ബന്ധങ്ങളും അടുപ്പവും എത്തരത്തിലുള്ളതായിരുന്നു. കുറെ ചരിത്രം നമ്മൾ കേട്ടതാണ്. പക്ഷെ ഈ ആയത്തൊന്നും നമ്മൾ പ്രത്യേകം പരിഗണിക്കണം. അവിടെ അൻസ്വാരികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം. മുഹാജിറുകളായ മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തുകൊണ്ട് മദീനയിലേക്ക് വന്ന ആളുകൾ, അവർക്കു മുമ്പേ മദീനയിൽ താമസമാക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ഈമാനിനെ ഉൾക്കൊള്ളുകയും ചെയ്ത ആളുകൾ, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് ഹിജ്റ ചെയ്തു വന്ന ആ മുഹാജിറുകളെ അവർ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്നു. അവർക്ക് വല്ലാത്ത സ്നേഹമാണ് തങ്ങളിലേക്ക് അതിഥികളായി കടന്നു വന്ന തങ്ങളുടെ സഹോദരന്മാരോട്. അഥവാ അൻസ്വാരികൾക്ക് മുഹാജിറുകളെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജ, അവരുടെ മനസ്സുകളിൽ ഒരു താൽപര്യം അല്ലെങ്കിൽ ഒരു ഇഷ്ടവും തോന്നുകയില്ല. എന്തിനോട്? മിമ്മാ ഊതു, അവർക്ക് നൽകപ്പെട്ടതിനെ സംബന്ധിച്ച്. അഥവാ ഈ പറഞ്ഞ അത് വീതം വെക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഈ ആയത്തുകളിലുള്ളത്. അപ്പോ മുഹാജിറുകൾക്ക് എത്ര കൊടുത്തു? മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാം ഇട്ടെറിഞ്ഞു പോകുന്നവരാണ്. അവരുടെ വീട് ഒഴിവാക്കിയവരാണ്, അവരുടെ കുടുംബാംഗങ്ങളെ ഒഴിവാക്കിയവരാണ്, അവരുടെ സകല സമ്പത്തുക്കളും ഒഴിവാക്കി പോന്നവരാണ്. എന്തിനേറെ പറയുന്നു, ഉടുത്ത വസ്ത്രം പോലും ഒഴിവാക്കിക്കൊണ്ട് ഒരു പുതപ്പ് മാത്രം ധരിച്ച്, ഉണ്ടായിരുന്ന ഒരു പുതപ്പ് അത് കീറി അതിലൊന്നുടുത്ത് ബാക്കി പകുതി കൊണ്ട് പുതച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്തു വന്നവരുണ്ട്. റോമിൽ നിന്ന് മക്കയിലേക്ക് വന്ന് കച്ചവടം ചെയ്ത് വലിയ സമ്പത്തിന് അധിപനായ മനുഷ്യന്മാർ, അവർ മക്കയിൽ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ അവര് പറയാണ്, മക്കക്കാര് പറയാണ്, ഇവിടെ നിന്ന് വന്ന് ഇവിടെ നിന്നുണ്ടാക്കിയതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകണം. വരുമ്പോ വെറും കൈയോടെ വന്നത്, അങ്ങനെ തന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ചു പോന്ന മഹാരഥന്മാരായ സ്വഹാബാക്കൾ, ആ മനുഷ്യന്മാർ, മുഹാജിറുകൾ, എല്ലാം റബ്ബിന്റെ മാർഗത്തിൽ ത്യജിച്ചയാളുകൾ, അവർക്ക് ഇതിൽ ഓഹരിയുണ്ട്, ഓഹരിയുണ്ട് എന്ന് പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളെ കൂടുതലായി പരിഗണിച്ചു. അവർക്ക് പ്രൊപ്പോർഷനേറ്റ്ലി അതിനുള്ള അവകാശമുള്ളതുകൊണ്ട്. അപ്പൊ എന്തേ ഇപ്പൊ മുഹാജിറുകൾക്ക് കുറച്ച് അധികം കൊടുത്തു? നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ ദരിദ്രന്മാർ. ആ ഒരു വിചാരം അൻസ്വാറുകളിൽ ഒരാളുടെയും മനസ്സിൽ ഉണ്ടായിട്ടില്ല എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു, മുഹാജിറുകൾക്ക് കൊടുത്തേല് അതിന് കുറച്ച് നമുക്കും കിട്ടിയ തിരക്കടില്ലായിരുന്നു എന്നുള്ള ഒരു വിചാരം അവരുടെ മനസ്സുകളിൽ ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളതാണ് റബ്ബ് പറയുന്നത്. മാത്രമല്ല അവരുടെ വേറൊരു പ്രത്യേകത, അവർക്ക് കൊടുത്തതിൽ കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തിരക്കടില്ല എന്ന് തോന്നുന്നുമില്ലെന്ന് മാത്രമല്ല, അവരുടെ പ്രത്യേകത പറയുന്നു, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവനവന് തന്നെ കുറച്ച് പോരായ്മയും പ്രയാസമായിട്ടാണ് പോണത്, ആവശ്യമില്ലായിട്ടല്ല കേട്ടോ. അത്യാവശ്യം ധനവും സമ്പത്തൊക്കെ ഉള്ളത് കൊണ്ടല്ല അവർക്ക് മനസ്സിൽ ആഗ്രഹം തോന്നാത്തത്, അവർക്കു തന്നെയും പ്രയാസമാണ്. അവർ തന്നെയും വലിയ പരാധീനതകളിലൂടെ, പട്ടിണിയുടെ പരിവട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവരെക്കാളും എന്നിട്ടും അവർ മുഹാജിറുകളെയാണ് പരിഗണിച്ചതെന്നാണ്. അവർക്ക് കൊടുക്കണമെന്ന് റസൂലിനോട് വന്ന് പറയണം, മുഹാജിറുകൾക്ക് കൊടുക്കും റസൂലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അൻസ്വാറുകൾ പറയുകയാണ്. അവരാണ് കൂടുതൽ ആവശ്യക്കാർ എന്ന് തങ്ങളുടെ ആവശ്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ആ അൻസ്വാറുകൾ പറഞ്ഞിരുന്നു എന്നാണ്. ഈ ആയത്തിറങ്ങിയതിന്റെ പശ്ചാത്തലം, ഈ ആയത്തിന്റെ തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്തിന്റെ ഈ ഭാഗം. അഥവാ വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവനവന് തന്നെ പ്രയാസമായിരിക്കുമ്പോഴും തന്റെ സഹോദരനെ പരിഗണിക്കുന്ന മനസ്സായിരുന്നു അവരുടെ എന്ന് പറഞ്ഞത് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ്. അപ്പൊ ആ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് സ്വഹാബാക്കളൊക്കെ ഉണ്ട്, അവിടേക്ക് ഒരാൾ കടന്നു വരികയാണ്. അയാളെ കണ്ടാൽ തന്നെ അറിയാം അയാളുടെ പരാധീനത. അയാൾ വിശപ്പ് സഹിച്ച് പട്ടിണി കിടന്ന് ഒരു പട്ടിണി കോലായിട്ട് അയാൾ വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട്, റസൂലെ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിയാൽ ഒരു ആശ്വാസമാകും, ആകെ പ്രയാസത്തിലാണ് വന്നിരിക്കുന്നത് എന്ന് സങ്കടം പറയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഓരോ ഭാര്യമാരുടെ ഹുജറകളിലേക്കും ആളെ പറഞ്ഞേക്കുന്നുണ്ട്. അവിടുന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കാം, ഈ മനുഷ്യൻ എന്തെങ്കിലും കൊടുത്ത് അയാളുടെ ഒരു വിശപ്പടക്കാനുള്ള അതിനുള്ള എന്തെങ്കിലും ഒന്ന് ഉണ്ടാകുമോ നോക്കാൻ വേണ്ടി തന്റെ ഭാര്യമാരുടെ അടുക്കലേക്ക് ഹുജറകളിലേക്ക് അഥവാ ആ അറകളിലേക്ക് സ്വഹാബാക്കളെ ഭൃത്യന്മാരെ പറഞ്ഞയക്കുന്നുണ്ട്. അവർ ഓരോരുത്തരും പോയി ഓരോ ഹുജറകളിൽ നിന്നും മടങ്ങി വന്ന് കിട്ടുന്ന മറുപടി എന്താണെന്നറിയോ? നബിയെ, താങ്കളുടെ വീട്ടിൽ കുടിക്കാനുള്ള വെള്ളമില്ലാത്ത വേറൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അവിടുത്തെ ഭാര്യമാരുടെ അടുക്കൽ അവിടെ കുടിക്കാനുള്ള വെള്ളമില്ലാത്ത വേറൊന്നുമില്ല എന്നാണ്. ആരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ, ഒന്ന് ആലോചിക്കണം. ഒരു സമൂഹത്തിന്റെ, ഒരു നാടിന്റെ അധിപനായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ കുടിക്കാനുള്ള വെള്ളമില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, കുറേ ദിവസങ്ങൾ പട്ടിണിയിലായിക്കൊണ്ട് ഞങ്ങളുടെ വീട് കഴിഞ്ഞുകൂടുമായിരുന്നു. അടുപ്പ് പുകയാത്ത ദിവസങ്ങൾ, ഒരു വിളക്ക് പോലും കത്തിച്ചു വെക്കാനില്ലാതെ ഞങ്ങളിങ്ങനെ ഇരുട്ടത്ത് തപ്പിത്തടിയായിരുന്നു. സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, ഉമ്മ ഒരു വിളക്ക് കത്തിച്ചുവെച്ചുടായിരുന്നു, അതിനെന്തായിരുന്നു പ്രയാസം? ഒരു വിളക്ക് കത്തിച്ച് അതെന്താ ഇങ്ങനെ ഇരുട്ടത്ത് തപ്പിപ്പറഞ്ഞ് ജീവിക്കുന്നു എന്ന് പറഞ്ഞേ എന്തേന്ന് ചോദിക്കാണ്. ആയിഷ റളിയല്ലാഹു തആല കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ഒരു വിളക്ക് കത്തിക്കാനുള്ള കുറച്ച് ഒലിവെണ്ണ ഉണ്ടായിരുന്നെങ്കിൽ അത് കുടിച്ച് ഞങ്ങളുടെ വിശപ്പടക്കുമായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ ഭാര്യമാരുടെയും ജീവിതാന്തരീക്ഷം അതായിരുന്നു. അങ്ങനെ ഓരോരുത്തരും വന്ന് പറയാണ്, നബിയെ, കുടിക്കാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല, ഈ മനുഷ്യന് കൊടുക്കാനൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിച്ച് തന്റെ സ്വഹാബാക്കളോട് ചോദിക്കാണ്, എന്റെ അതിഥിയാണ്, എന്റെ അടുത്ത് ചോദിച്ചു വന്നയാളാണ്, ഇന്ന് ഈ മനുഷ്യന് ഈ രാത്രി ആരാണ് ആതിഥ്യം നൽകുക? ആരാണ് ഇയാൾക്ക് കുറച്ചൊരു ഭക്ഷണം കൊടുക്കുക? ആരാണ് ഇയാളെ സൽക്കരിക്കുക? അപ്പൊ ആ സദസ്സിൽ നിന്നൊരു കൈ ഉയർന്നു വന്നു. മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, നബിയെ, ഞാൻ കൊണ്ടുപോകാം, എന്റെ വീട്ടിൽ കൊണ്ടുപോകാം, ഞാൻ ഭക്ഷണം കൊടുക്കാം. അങ്ങനെ ആ മനുഷ്യനെയും കൂട്ടി അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വീട്ടിലെത്തി ഭാര്യയോട് പറയാണ്, ഇതാ റസൂലിന്റെ അതിഥിയാണ്, റസൂലിന്റെ അടുക്കൽ അതിഥിയായി വന്നയാളാണ്, അദ്ദേഹത്തിന് ഭക്ഷണം നൽകണം. ഭാര്യ ആകെ വെപ്രാളത്തിലായിക്കൊണ്ട് ഭർത്താവിനെ അടുത്തു വിളിച്ച് സ്വരം താഴ്ത്തി പറയുന്നുണ്ട്, എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചത്? എന്താ നിങ്ങൾ കാണിച്ചത്? നമ്മുടെ വീട്ടിൽ ഇന്നു രാത്രി നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലുമില്ല. നമ്മുടെ കുട്ടികൾ, 2-3 മക്കളുണ്ട് നമുക്ക്, അവർക്കു കഴിക്കാനുള്ള അതുപോലും തികയാത്ത കുറച്ച് മാവ് ഞാൻ കുഴച്ചു വെച്ചതിതാ നമ്മുടെ മക്കൾക്ക് പോലും തികയില്ല. ഇതുമാത്രമേ ഇന്ന് നമ്മുടെ വീട്ടിലുള്ളൂ. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആലോചിച്ച് തന്റെ ഭാര്യയോട് പറയാണ്, കുട്ടികളെ നേരത്തെ കിടത്തി ഉറക്കണം, അവർക്കുള്ള ഭക്ഷണത്തിൽ നിന്ന് മിച്ചം വെക്കണം, അവരെ നേരത്തെ കിടത്തിയുറക്കണം. നമുക്ക് തികയില്ല, അറിയാം, പക്ഷേ നമ്മൾ നമ്മുടെ അതിഥിയോടൊപ്പം ഭക്ഷണം കഴിക്കാനിരിക്കണം, ഭക്ഷണം വിളമ്പണം. ആ സമയത്ത് വിളക്ക് തട്ടിമറിച്ച് ആ വെളിച്ചം കെടുത്തണം, എന്നിട്ട് പാത്രം അനക്കിക്കൊണ്ടിരിക്കുക, നമ്മൾ കഴിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം വിചാരിക്കട്ടെ എന്നാണ്. അങ്ങനെ ആ രാത്രി ആ മനുഷ്യൻ, അതിഥിയായി വന്ന, പട്ടിണിയും കൊണ്ടുവന്ന ആ മനുഷ്യൻ, അയാള് ആ കുട്ടികൾക്കുണ്ടായിരുന്ന അതിനുവേണ്ടി എടുത്തു വെച്ച ആ ഭക്ഷണം കഴിച്ചു. അയാൾക്കറിയില്ല, അറിയിക്കുന്നില്ല. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവും ഭാര്യയും അവർ പാത്രം ഇങ്ങനെ അനക്കാണ്, ശബ്ദം ഉണ്ടാക്കുകയാണ്. അതാ ആതിഥേയരും ഭക്ഷണം കഴിക്കേണ്ടെന്ന് ഈ അതിഥി വിചാരിക്കട്ടെ. അങ്ങനെ ഈ രണ്ടുപേരല്ലാതെ, അല്ലാഹുവല്ലാതെ യാതൊരാളും അറിയാത്ത ആ സംഭവം നടന്ന് പിറ്റേന്ന് രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു ചോദിച്ചു, അബൂ ത്വൽഹ എവിടെ? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുന്നു, റസൂലേ, ഞാൻ ഇവിടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, സഹോദരങ്ങളെ, നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാ നിങ്ങളെ അതിഥിയെ സൽക്കരിച്ച ആ രീതിയുണ്ടല്ലോ, അതിനുവേണ്ടി നിങ്ങൾ കാണിച്ച ആ മനസ്സുണ്ടല്ലോ, ആ സന്നദ്ധതയുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതപ്പെട്ടിരിക്കുന്നു, അല്ലാഹു പുഞ്ചിരിച്ചിരിക്കുന്നു എന്ന് വേറെ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. അല്ലാഹുവിനെ ചിരിപ്പിക്കുമാറ്, അല്ലാഹുവിനെ അത്ഭുതപ്പെടുത്തുമാറ്, അങ്ങനെയുള്ള ഒരു ആതിഥ്യ മര്യാദ. സഹോദരങ്ങളെ, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവനവന് തന്നെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളുമായിരിക്കുമ്പോഴും തന്റെ സഹോദരന്റെ വേദന കാണുന്ന, തന്റെ സഹോദരനെ പരിഗണിക്കുന്ന, അവന് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന ആ മനസ്സ്, അൻസ്വാറുകളുടെ മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പുകഴ്ത്തി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് റബ്ബ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് നോക്കൂ നിങ്ങൾ. വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി, ആരുടെ മനസ്സാണോ പിശുക്കിന് വശംവദമായി പോയത്. ശുഹ് എന്ന് പറഞ്ഞ വാക്കിന് ശരിക്കും മലയാളത്തിലുള്ള അർത്ഥമല്ല, നേരെ വെക്കാൻ പറ്റിയ അർത്ഥമല്ല.
ശുഹ എന്ന് പറഞ്ഞ വെറും പിശുക്കല്ല, അഥവാ അവനവന്റെ കയ്യിലുള്ളത് പിടിച്ചുവെക്കൽ മാത്രമല്ല, മറ്റവന്റെ അടുത്തുള്ളത് കിട്ടണം എന്നുള്ള ചിന്തയും കൂടിയാണ്. അവനവന്റെ അടുത്തുള്ളത് പിടിച്ചു വെക്കുക, അതിൽ നിന്ന് ചെലവാക്കാൻ റെഡിയാകൂല, ഒരാൾക്കും അതിന് നയാ പൈസ എടുത്തു കൊടുക്കൂല എന്നു മാത്രമല്ല, മറ്റുള്ളവരുടെ അടുത്തുള്ളത് ഇങ്ങോട്ട് കിട്ടണം എന്നുള്ള ചിന്ത. അതിനെയാണ് അറബിയിൽ ശുഹ എന്ന് പറയുന്നത്. അപ്പൊ ആരാണോ, ആരുടെ മനസ്സാണോ ഈ ശുഹയിൽ വീണുപോയത്, ആരാണോ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്, മനസ്സിന്റെ പിശുക്കിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു സ്വഭാവത്തിൽ നിന്ന് ആരാണോ രക്ഷപ്പെട്ടത്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ചവർ. ആരെപ്പോലെ? മുഹാജിറുകളെ പോലെ. ആരെപ്പോലെ? അൻസ്വാറുകളെ പോലെ. സ്വഹാബാക്കൾ ഒന്നടങ്കം അവരാ മനസ്സിന്റെ ഉടമകളായിരുന്നു. അപ്പൊ നിങ്ങൾ മദീനയിലേക്ക് മക്കക്കാര് മുഹാജിറുകൾ കടന്നു വന്നപ്പോ സമ്പത്ത് രണ്ടാക്കാണ്. മുഹാജിറുകൾ സമ്പത്ത് രണ്ടാക്കാണ്. ഇതാ കുറച്ച് എടുത്തോന്നല്ല, നേർപകുതിയാക്കാണ്. എന്റെ സമ്പത്തിന്റെ പകുതി നിനക്കുള്ളതാണ്. കച്ചവടം ഇതാ, കച്ചവടം നേർപകുതിയാക്കാണ്. ഇതാ എന്റെ പകുതി നിനക്കുള്ളതാണ്. വീട് രണ്ടാക്കാണ്, മറയിട്ട് മാറ്റുകയാണ്. ഒരു പകുതിയിൽ നിങ്ങൾ താമസിച്ചോ എന്ന് പറയാണ്. സഹോദരന്മാരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുത്തുന്ന ആ സഹോദരന്മാർ എന്നുള്ള ആ വാക്കുണ്ടല്ലോ, അതിനെ കൃത്യമായി അന്വർത്ഥമാക്കിക്കൊണ്ടായിരുന്നു മുഹാജിറുകളുടെയും അൻസ്വാറുകളുടെയും മദീനയിലെ ജീവിതം നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, ഈ നിലക്കുള്ള ചരിത്രമാണ് നമ്മുടെ മുമ്പിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യജ്തമിഉ ഉബാറുൻ ഫീ സബീലില്ലാഹി വദുഖാനു ജഹന്നം. ഒരാളുടെയും ശരീരത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ കഷ്ടപ്പെട്ട പൊടിയും ഫീസബീലില്ല അധ്വാനിച്ചതിന്റെ ആ ഒരു അടയാളങ്ങൾ, ആ പൊടിപടലങ്ങൾ, അത് ശരീരത്തിൽ പറ്റിയ ആ ഒരു പൊടിയും, അതുപോലെ തന്നെ വദുഖാനു ജഹന്നം, നരകത്തിന്റെ പുകയും, ഇത് രണ്ടും കൂടി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒന്നിക്കുകയില്ലെന്ന ഫീ ജൗഫി അബ്ദിൻ അബദ. ഒരിക്കലും ഒരു അടിമയുടെ ശരീരത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുത്തതിന്റെ അടയാളങ്ങളും നരകത്തിന്റെ പുകയും ഒരുമിച്ച് ചേരുകയില്ല. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ യജ്തമിഉ അശ്ശുഹു വൽ ഈമാനു ഫീ ഖൽബി അബ്ദിൻ അബദാ. ഒരൊറ്റ മനുഷ്യന്റെയും ഒരൊറ്റ അടിമയുടെയും ഹൃദയത്തിൽ ശുഹും ഈമാനും ഒരുമിച്ച് വരികയില്ല. ഈ പറഞ്ഞ ശുഹുണ്ടല്ലോ, പിശുക്ക് അല്ലെങ്കിൽ മറ്റോന്റെ കിട്ടണമെന്നുള്ള ചിന്ത, അതും ഈമാനും കൂടി ഒരൊറ്റ അടിമയുടെയും മനസ്സിൽ ഒരിക്കലും ഒരുമിച്ച് ചേരുകയില്ല. കളവ് പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ് സഹോദരങ്ങളെ. ഇപ്പൊ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി? നമ്മുടെ മനസ്സിന് സുഖമില്ലാത്തത്, നമ്മുടെ മനസ്സിന് അസ്വസ്ഥതയുണ്ടാകുന്നത് എന്താന്ന് മനസ്സിലായി? നമ്മുടെ മനസ്സിലേക്ക് ഈമാൻ ശരിക്കണ്ട് കയറിയിട്ടില്ല. അത് കയറാത്തത് കൊണ്ട് തന്നെ അവിടെ ശുഹുണ്ട്, അവിടെ കിബറുണ്ട്, അവിടെ റിയാ ഉണ്ട്, അവിടെ സകല നിലക്കുമുള്ള അസുഖങ്ങളുമുണ്ട്. ഇതാണ് സംഭവിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളെ ചിട്ടപ്പെടുത്തിയെടുക്കാൻ, ഈമാനിലേക്ക് പരിപൂർണമായി പ്രവേശിക്കാം, ബോധപൂർവം അവനവന്റെ അടുത്തുള്ള എടുത്തണ്ട് കൊടുക്കുമ്പോ നമുക്കൊരു വേദന തോന്നൂലേ? ആ വേദന മാനുഷികമാണ്, പ്രകൃതിപരമാണ്. പക്ഷെ അതിനെയും മറികടന്നുകൊണ്ട് നമ്മുടെ ഈമാൻ മുന്നിൽ നിൽക്കുന്നൊരവസ്ഥയല്ലേ, അത് ഉണ്ടാക്കണം. അത് വെറുതെ ഉണ്ടാകൂല, അത് കുറെ ഇങ്ങനെ എടുത്തു കൊടുക്കുമ്പോഴേ നമുക്ക് ഉണ്ടാകുക. നമ്മുടെ പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അതിങ്ങനെ ആ നീയത്തോടുകൂടി ഇങ്ങനെ എടുത്തു കൊടുക്കുമ്പോൾ അതിങ്ങനെ ഒരു ശീലായി മാറും. ബോധപൂർവം ആ ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പാവപ്പെട്ടവർ നമ്മുടെ അടുത്തു വരുമ്പോ കൊടുക്കളല്ല, നമ്മുടെ അയൽപ്പക്കത്ത് പാവപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടോ അന്വേഷിക്കണം. നമ്മുടെ കുടുംബത്തിൽ അസുഖം ബാധിച്ച് പ്രയാസപ്പെടുന്നവരുണ്ടോ, മരുന്നിന് വകയില്ലാത്ത ആളുകളുണ്ടോ, അന്വേഷിക്കണം, തേടി പിടിച്ചു കൊടുക്കണം. അതൊരു ശീലമായി മാറും. അത് കൊടുക്കുമ്പോ ആ ഒരു വേദന അത് അങ്ങനെ അങ്ങോട്ട് പോകണം. നേരെ മറിച്ച് ഒരു സംതൃപ്തി, ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞല്ലോ, അള്ളാഹുവിന്റെ അടുത്ത് ചെല്ലുമ്പോ ഇതിനൊരു പരിഗണന എനിക്കുണ്ടാകുമല്ലോ, ഈ അൻസ്വാറുകളുടെ മാർഗത്തിൽ, ഈ മുഹാജിറുകളുടെ മാർഗത്തിൽ എനിക്കെത്താൻ കഴിയുമല്ലോ എന്നുള്ള ആ ഒരു സംതൃപ്തിയിലേക്ക് എപ്പോഴാണോ നമ്മുടെ മനസ്സണ്ട് മാറുന്നത്, അപ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു ആരോഗ്യം ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോഴാണ് ഈ പറഞ്ഞ അസുഖം കണ്ടു പോവുക. എന്തൊക്കെ ഞെരുക്കുണ്ടായാലും ശരി, എന്തൊക്കെ പ്രയാസം ഉണ്ടായാലും ശരി, നമ്മളെക്കാളും പ്രയാസപ്പെടുന്നവരെ നമുക്ക് ഇടങ്ങറുണ്ട്, പക്ഷെ അപ്പുറത്തതാ വേറൊരാൾ നമ്മളെക്കാളും പ്രയാസത്തിലാണ്, നമ്മളെക്കാളും ഇടങ്ങേറില്ല, പരീക്ഷണത്തിലാണ്. ആ ഒരു ചിന്ത അങ്ങനെ നമ്മുടെ കണ്ണുപായുന്നൊരവസ്ഥ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെ ഹദീസ് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഉൻദുറൂ ഇലാ മൻ അസ്ഫല മിൻകും,
നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കി. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. വഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅ്മത്തല്ലാഹി അലൈക്കും, അള്ളാഹുവിന്റെ നിഅ്മത്തുകൾ അത് നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാതിരിക്കാൻ, വിസ്മരിച്ചു പോകാതിരിക്കാൻ, അതാണ് നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുകയാണ്. ഇതന്നെയാണ് ഈ ഹദീസുകളും ഈ ആയത്തുകളും ഒക്കെ ഇതുതന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു വരുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു എക്സസൈസ് ആയിട്ട് നമ്മൾ ചെയ്യണം. എന്നും ഒരു പാവപ്പെട്ടയാളെയോ അല്ലെങ്കിൽ ഒരു യതീമിനെയോ ഒരു മിസ്കീനിനെയോ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെയോ സഹായിക്കാനുള്ള നമ്മളെ കൊണ്ട് കഴിയണത് അതിന്റെ അപ്പുറത്തേക്കൊന്നും നമ്മൾ ചെയ്യണ്ട. അള്ളാഹു നമുക്ക് എന്താണോ സാധിക്കുക അതന്നെയാണ് നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുന്നുള്ളൂ. അപ്പൊ എന്താണ് നമ്മളെ കൊണ്ട് സാധിക്കുക, ആ നിലക്ക് നമ്മൾ ദുനിയാവിനോടൊരു അകൽച്ച ഉണ്ടാക്കാൻ ഇത് ചെയ്യണം. നമ്മുടെ സമ്പത്ത് എന്തിനോടാണ് നമുക്ക് ഇങ്ങനെ ഒരു അത്യാർത്തി തോന്നുന്നത്, അതിൽ നിന്ന് കുറച്ചൊക്കെ നമ്മളിങ്ങനെ ത്യാഗം ചെയ്യാൻ ബോധപൂർവമായ ഒരു എക്സസൈസ് നമ്മുടെ ജീവിതത്തിൽ ഡെയിലി അത് റൂട്ടീൻ ആയിക്കൊണ്ട് ഒരു പ്രാക്ടീസ് ആയിക്കൊണ്ട് നമ്മൾ ചെയ്യണം. കുറേശ്ശെ എന്നും ദാനം ചെയ്യുക, സ്വതക്ക ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇത് സമ്പത്തിന്റെ കാര്യം മാത്രമല്ല പറഞ്ഞു, നമ്മുടെ സമയം നമുക്ക് വളരെ വിലപ്പെട്ടാണ്. ആ സമയത്തിൽ നിന്ന് കൊടുക്കണം കുറച്ച്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ വീട്ടിൽ നമ്മളെ ചെലവഴിക്കുന്നുണ്ടാവും, നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മളെ ചെലവഴിക്കുന്നുണ്ടാവും, കുറച്ചൊക്കെ യാത്രകളിലായിട്ട് പോകുന്നുണ്ടാവും. അതിനപ്പുറം നമുക്ക് വേണ്ടിയല്ലാത്ത നമുക്കൊരു നേട്ടവുമില്ലാത്തൊരു കാര്യത്തിന്, ദുനിയാവിൽ നമുക്കൊരു നേട്ടമില്ലാത്തൊരു കാര്യം, ഒരു രോഗിയെ സന്ദർശിക്കുക, ഒരു 1/4 മണിക്കൂർ പോവുക, ഒരു 10-15 മിനിറ്റ് ആളുടെ കൂടെ ഇരിക്കുക, നല്ല വാക്കുകൾ പറയുക. അതുകൊണ്ട് നമുക്ക് എന്തേ കിട്ടി? നമുക്ക് പരലോകത്തേക്കുള്ളത് കിട്ടണം. ദുനിയാവിൽ നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ചിലപ്പോൾ നമുക്കൊന്നും പകരം ചെയ്യാൻ, പാകമുള്ള സമയത്തും പകരം ചെയ്യാൻ ഒന്നും സാധിക്കാത്ത ഒരാളായിരിക്കും. അങ്ങനെയുള്ള ഒരു എക്സസൈസ് നമ്മൾ ചെയ്യാം. ഇങ്ങനെ നമ്മുടെ സമയത്തിന്റെ വിഷയത്തിലും അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിന്റെ വിഷയത്തിലും എല്ലാത്തിലും ഈ ഒരു റൂട്ടീൻ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അൻസാറുകളുടെ നിലവാരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്നുള്ള വേറെ വിഷയമാണ്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു പരിശ്രമത്തിന്റെ പാതയിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. സഹോദരങ്ങളെ, ശുഹ് നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ ദുനിയാവിനോടൊരു അകൽച്ച, അതുപോലെ തന്നെ ആഖിറത്തിലേക്കുള്ള ഒരു പരിശ്രമം അത് വേണമെന്നാണല്ലോ നമുക്ക് പറഞ്ഞത്. അപ്പൊ അതിലേക്ക് നമുക്ക് വലിയ മാതൃകയായിട്ടുള്ള, നമുക്ക് വല്ലാതെ പ്രേരണ നൽകുന്ന മഹാനായ അബൂദഹ്ദാഹ് റളിയല്ലാഹുവിന്റെ ഒരു ചരിത്രമുണ്ട്. അബൂദർദാ റളിയല്ലാഹു നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് അബൂദഹ്ദാഹ് റളിയല്ലാഹു. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മദീനയിലെ അയൽപ്പക്കത്തുള്ള 2 വീടുകൾ, അപ്പൊ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്, ഒരു യുവാവ്, ഒരു കുട്ടി എന്ന് പറയാൻ വേണമെങ്കിൽ. ചില റിപ്പോർട്ടുകളിൽ ഒരു കുട്ടി എന്നാണ്, യതീമായ ഒരു കുട്ടി എന്നാണ് പ്രയോഗം. അപ്പോ ഈ ചെറുപ്പക്കാരൻ തന്റെ അതിർത്തിയൊക്കെ ഒന്നിങ്ങനെ ശരിയാക്കണം, ഒരു വേലിയൊക്കെ കെട്ടി ഇങ്ങനെ ഭദ്രാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ഒരു കോർണറിൽ എത്തുമ്പോൾ അവിടെ ഇങ്ങനെ ഈ അതിർത്തി ഒന്നിങ്ങനെ ബെൻഡായിട്ടാണുള്ളത്. ഒരു ഈത്തപ്പന മരം, ഒരൊറ്റ ഈത്തപ്പന മരം, അതിങ്ങനെ കുറച്ച് തള്ളിയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ വേലി എന്ത് ചെയ്യാൻ പറ്റില്ല, നേരെ സ്ട്രൈറ്റ് ആയിട്ട് കെട്ടാൻ പറ്റില്ല, ഒന്ന് വളച്ച് കെട്ടണം. വളച്ച് കെട്ടുമ്പോ വേലിക്ക് ബലക്ഷയം ഉണ്ടാകണം. അപ്പൊ ഈ ചെറുപ്പക്കാരൻ, അപ്പൊ ആ സ്വഹാബിയുടെ അടുത്ത് ഈ അയൽപ്പക്കാരനോട് ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യണേ, ഈ ഈത്തപ്പന മരം ഇത് മാത്രമായിട്ട് എനിക്കൊന്നും തരും, ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്റെ വേലി ശരിയാകും, കറക്റ്റ് ആകും, നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഒരു ബലക്കുറവില്ലാത്തൊരു വേലി ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അയൽവാസി പറഞ്ഞു അത് തരാൻ കഴിയില്ല, അത് ഞാൻ തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ വീണ്ടും പറഞ്ഞു നോക്കി. പക്ഷെ അപ്പോഴും ഇദ്ദേഹം ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട്, റസൂൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, ഞാൻ 1-2 ചോദിച്ചു നോക്കി, പക്ഷെ അദ്ദേഹം തരാൻ കൂട്ടാക്കുന്നില്ല, അതുകൊണ്ട് റസൂൽ ഒന്ന് പറഞ്ഞു നോക്കണം എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വഹാബിയോട് പറഞ്ഞു, ആ ഈത്തപ്പന മരം, ഒരു ഈത്തപ്പന മരം അത് ഈ കുട്ടിക്ക് കൊടുത്തൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല, അത് ഞാൻ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, അത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു നോക്കി. എന്താ പറഞ്ഞെന്നറിയോ, താങ്കൾ അത് കൊടുത്താൽ പകരമായി സ്വർഗത്തിൽ താങ്കൾക്കൊരു ഈത്തപ്പന മരം കിട്ടും, അതാ പറഞ്ഞു. പക്ഷെ അപ്പോൾ ഈ സ്വഹാബി എന്ത് ചെയ്തു, ഇല്ല റസൂലെ, ഞാനത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഒരിക്കലും നമ്മുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാകരുത്, എന്തേ മൂപ്പര അങ്ങനെ സ്വർഗത്തിലൊരു ഈത്തപ്പന മരം കിട്ടും, അത് റസൂല് പറഞ്ഞിട്ട്, ഒരിക്കലും ആ ചിന്ത ഉണ്ടാകാൻ പാടില്ല. പണ്ഡിതന്മാർ ഈ ഹദീസ് പറയുന്നിടത്ത് പ്രത്യേകം പറഞ്ഞൊരു വിഷയമാണ്. അവരാരാ? അള്ളാഹു തൃപ്തിപ്പെട്ടവരും അള്ളാഹുവിന് തൃപ്തിപ്പെട്ടവരും.
അത് അദ്ദേഹത്തിന്റെ ഹക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൽ നിന്ന് എടുത്തു കൊടുക്കാൻ അവകാശമില്ല. കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. പിന്നെ എന്തേ ഇങ്ങനെ തീരുമാനിച്ചു? അത് അദ്ദേഹത്തിന്റെ ഹക്കാണ്, അദ്ദേഹത്തിന്റെ തീരുമാനമാണ്, അദ്ദേഹത്തിന് പൂർണ്ണമായ അവകാശവുമുണ്ട്. റളിയല്ലാഹു അൻഹു, അങ്ങനെ തന്നെ നമ്മൾ പറയണം. അപ്പൊ അത് കൊടുക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ റസൂലും പിന്നെ ഇനിയിപ്പോ അതിന്റെ അപ്പുറം എന്താ പറയാ? അതിന്റെ അപ്പുറം വേറൊരു കച്ചവടത്തിൽ ഇനിയിപ്പോ അതിന്റെ അപ്പുറം വേറൊന്നും പറയാനില്ലല്ലോ. സ്വർഗത്തിലൊരു ഈത്തപ്പന മരം തരാം, അതിന്റെ അപ്പുറം ഒന്നും പറയാനില്ല. അപ്പൊ റസൂലും പിൻവാങ്ങി. ആ കുട്ടി ഇങ്ങനെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കാണ്. അപ്പോ ഒരാള് അവിടെ, അതാണ് അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു, ആ സദസ്സിലുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടും കേട്ടും നിൽക്കുകയാണ്. റസൂലിന്റെ അടുത്ത് വന്നിട്ട് പതുക്കെ ചോദിച്ചു, റസൂലെ, ഞാനത് വാങ്ങിക്കൊടുത്താൽ, ഞാൻ ആ ഒരു ഈത്തപ്പന മരം വാങ്ങിക്കൊടുത്താൽ അദ്ദേഹത്തിനോട് പറഞ്ഞ ഓഫർ അത് എനിക്കുണ്ടോ എന്നാ ചോദിക്കും. അത് എനിക്ക് കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല, അതെ, താങ്കൾക്ക് കിട്ടും. ഉടനെ പോയി ആ സ്വഹാബി, അദ്ദേഹം അവിടുന്ന് സദസ്സിൽ നിന്ന് പോയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പിന്നാലെ ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, മദീനയിൽ അബൂ ദഹ്ദാഹിനുള്ള ഈത്തപ്പന തോട്ടത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അബൂ ദഹ്ദാഹിന്റെ മദീനയിലെ തോട്ടം ആർക്കാ അറിയാത്തത്? അത്ര ഫേമസ് ആണെന്ന് അർത്ഥം. അത്ര ഫലഭൂയിഷ്ടമായ, നല്ല വെള്ളമുള്ള, നല്ല കായ്പിടുത്തമുള്ള, വിശാലമായ 600-ലധികം, വേറെ റിപ്പോർട്ടിൽ പറയുന്നത് 1200-ലധികം, അത്രയും ഈത്തപ്പന മരങ്ങളുള്ള തോട്ടാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇടയ്ക്ക് വിശ്രമിക്കാൻ പോയിരിക്കുന്ന തോട്ടാന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ തോട്ടമാണ്, അത് ആർക്കാ അറിയാത്തെന്ന് ചോദിച്ചു. അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു പറയണേ, എന്റെ ആ തോട്ടം ഞാൻ താങ്കൾക്ക് തരാം, താങ്കളുടെ ആ ഒരു ഈത്തപ്പന മരം അത് എനിക്ക് വേണം. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. പക്ഷെ കച്ചവടം നടന്നു. ആ തോട്ടത്തിന് പകരമായിക്കൊണ്ട്, മദീനയിലെ ഫേമസ് ആയ തോട്ടത്തിന് പകരമായിക്കൊണ്ട് ഒരു ഈത്തപ്പന മരം അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു വാങ്ങി. ഓടി വന്നു റസൂലിന്റെ അടുത്തേക്ക്, റസൂലേ, ആ മരം അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്, അത് ആ യത്തീമിന് കൊടുക്കുക. അത് ആ യത്തീമിന് കൊടുത്തു. അയാൾ സന്തോഷത്തോടു കൂടി പോയി. അയാളുടെ ആവശ്യം നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ശബ്ദം താഴ്ത്തി ചോദിക്കുകയാണ്, റസൂലേ, നേരത്തെ പറഞ്ഞ ആ ഈത്തപ്പന മരം അത് ഇപ്പോൾ അബൂ ദഹ്ദാഹിനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, സഹോദരങ്ങളെ, മനോഹരമായ മറുപടി. കം മിൻ ഇദ്ഖിൻ റദാഹിൻ ഫിൽ ജന്നതി ലി അബീ ദഹ്ദാഹ്, കം മിൻ ഇദ്ഖിൻ റദാഹിൻ ഫിൽ ജന്നതി ലി അബീ ദഹ്ദാഹ്, കം മിൻ ഇദ്ഖിൻ റദാഹിൻ ഫിൽ ജന്നതി ലി അബീ ദഹ്ദാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്താ പറഞ്ഞെന്നോ? അബൂ ദഹ്ദാഹിന് സ്വർഗത്തിൽ എത്രയെത്ര ഈത്തപ്പന തട്ടുകളാണുള്ളത്. ഒരു മരയായിരുന്നു ഓഫർ. പക്ഷേ ഇപ്പോൾ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വർഗത്തിൽ അബൂ ദഹ്ദാഹിന് എത്രയെത്ര ഈത്തപ്പന തട്ടുകളാണ്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, നിർത്തുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം അദ്ദേഹത്തിന് ലജ്ജ തോന്നി. എല്ലാവരും ഇങ്ങനെ കേട്ടിരിക്കാണ്. അങ്ങനെ ആ സദസ്സിൽ നിന്ന് അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോയി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയത്. പിന്നീട് അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അദ്ദേഹത്തിന്റെ ഖബർ കളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, മയ്യത്ത് മുമ്പിലിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും മുട്ടുകുത്തിയിരുന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്, കം മിൻ ഇദ്ഖിൻ റദാഹിൻ ഫിൽ ജന്നതി ലി അബീ ദഹ്ദാഹ്. നോക്കൂ നിങ്ങൾ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, യതീമായ, തന്റെ നാട്ടുകാരനായ, തന്റെ സഹോദരനായ ഒരു സ്വഹാബിയെ പരിഗണിക്കാനുള്ള അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ്. രണ്ട്, തന്റെ ദുനിയാവിലെ വിഭവം, തന്റെ ദുനിയാവിലെ തോട്ടം, അത് തനിക്ക് പോലും വേണ്ടിയല്ലാതെ ആ ഒരു ഈത്തപ്പന മരത്തിന് പകരമായി സ്വർഗത്തിൽ ഒരു ഈത്തപ്പന മരം കിട്ടുന്നുള്ള ഒരു വിചാരത്തിൽ, നീയത്തിൽ, ആഗ്രഹത്തിൽ കൊടുക്കാൻ തയ്യാറായ മനസ്സ്. സഹോദരങ്ങളെ, ഇത് നമുക്കുണ്ടോ? ദുനിയാവിൽ നമ്മളെ ബാധിക്കുന്ന എല്ലാ മാനസിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരതാണ്. ഇതാണ് പരിഹാരം. ദുനിയാവിൽ നിന്ന് എത്രത്തോളം അകലുന്നോ അത്രത്തോളം മനസ്സിന് ശാന്തിയും സമാധാനം ഉണ്ടാവും. എത്രത്തോളം ദുനിയാവിന്റെ പിന്നാലെ ഓടുന്നോ, എത്ര കിട്ടിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ആദമിന്റെ മോന്റെ വയറ് മണ്ണല്ലാതെ നിറക്കൂല. എത്ര കിട്ടിയാലും എനിക്ക് മതിയാകൂല. അപ്പൊ ആ ആർത്തിയും കൊണ്ട് ഓടിക്കഴിഞ്ഞാൽ ഖബറിലാണ് അവസാനം നമുക്ക് ചെന്ന് കിടക്കാനുള്ളത്. എത്ര വാരിക്കൂട്ടിയാലും ഖബറിൽ നമ്മളും ആ 3 കഷ്ണം തുണി മാത്രമേ ഉണ്ടാവുള്ളൂ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ദുനിയാവിന് കൊടുക്കേണ്ട വില കൊടുക്കുക, വേണ്ട എന്നല്ല പറഞ്ഞത്. പക്ഷെ അത് കൊടുക്കേണ്ട വിലയായിരിക്കണം. എന്താണോ ദീന് കാണിച്ചു തന്ന വില അതാകട്ടെ. ആഖിറത്തിലേക്ക് വേണ്ടിയുള്ള പണികളിൽ നമ്മൾ മുഴുകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. കത്തിയാളുന്ന നരകത്തിന്റെ കഠിന കഠോരമായ ശിക്ഷകളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും ചെയ്ത രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ എല്ലാവരുടെയും ഖബറിടങ്ങൾ അല്ലാഹു വിശാലമാക്കുകയും പ്രകാശപൂരിതമാക്കുകയും അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പീഡനങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. വലിയ പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും പകരമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായ പരാധീനതകളും കടബാധ്യതകളും കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു റിസ്ഖിനെ വിശാലമാക്കി നൽകുകയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിടുതൽ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഹാസിബ്നാ ഹിസാബൻ യസീറാ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.